കാട്ടാക്കടയിൽ ഒരു വീട്ടിൽ നിന്ന് 60 പവനാണ് അടിച്ചുകൊണ്ടുപോയത്. ഈ ക്രിസ്മസ് രാവിൽ വലിയ മോഷണം എന്നൊരു വാർത്ത വരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാട്ടാക്കടയിലാണ് ഉള്ള പൊന്നും പണ്ടോ ഒക്കെ ഒന്ന് സൂക്ഷിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ലക്ഷം കടന്നിരിക്കുകയാണ് സ്വർണത്തിന്റെ വില. കുടുംബം ക്രിസ്മസ് പ്രാർത്ഥനയ്ക്കായിട്ട് പള്ളിയിൽ പോയ സമയത്താണ് ഇത്രയും മോഷണം നടന്നത്. കാട്ടാക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സാന്ത്വന സജു, ഈ 60 പവനൊക്കെ വീട്ടിൽ വെക്കണമെങ്കിലേ ഇവരെന്ത് ധൈര്യത്തിലാണ് ഇത് വെച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഇത്രയും 1 ലക്ഷം രൂപയൊക്കെ ഒരു പവന് കയറിക്കിടക്കുന്ന സമയത്ത്, എന്നിട്ട് വീടും പൂട്ടി പ്രാർത്ഥനയ്ക്ക് പോയതാണ്. തിരിച്ചു വന്നപ്പോഴാണ് ഈ കള്ളം കയറിയത്. ഒരുപക്ഷെ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരായിരിക്കും അല്ലേ? വീട്ടിൽ ഈ പൊന്നൊക്കെ ഉണ്ടെന്നറിഞ്ഞ് അടുത്ത കാലം കല്യാണം നടന്ന വീടാണോ സാന്ത്വന? അരുൺ, വലിയ ഒരു മോഷണം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ക്രിസ്മസ് രാവിൽ പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്ക് കുടുംബം പോയ സമയത്താണ് ഇത്തരത്തിലൊരു മോഷണം നടന്നിരിക്കുന്നത്. ഈ സംഭവം നടന്നത് തിരുവനന്തപുരം കാട്ടാക്കട കട്ടക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഷൈൻകുമാർ എന്ന വ്യക്തിയുടെ വീട്ടിലാണ് ഇത്തരത്തിൽ മോഷണം നടന്നിരിക്കുന്നത്. ഇത് അവരുടെ വീട്ടിലെ മാത്രം സ്വർണ്ണമല്ല, ഇത് അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ അനുഭവിടെ സഹോദരിയുടെ സ്വർണവും കൂടിയാണ് ഈ വീട്ടിൽ വെച്ചിരുന്നത്. അങ്ങനെയാണ് അത് 60 പവനല്ല, 60 പവനിൽ കൂടുതൽ സ്വർണം വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കുടുംബം വ്യക്തമാക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 6 മണിക്കാണ് ഇവർ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകൾക്ക് വേണ്ടി പള്ളിയിലേക്ക് പോയത്. 9 മണിയായതോടുകൂടി ഈ ഷൈന്റെ ഭാര്യ അനുഭ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ പ്രധാന വാതിലല്ല, തൊട്ടടുത്തുള്ള ഒരു വാതിൽ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് അകത്ത് കയറി പരിശോധിച്ചപ്പോൾ മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. ഉടനെ തന്നെ പള്ളിയിൽ ഉണ്ടായിരുന്ന ഭർത്താവ് ഷൈനെയും അതുപോലെ തന്നെ നാട്ടുകാരെയും ഒക്കെ വിളിച്ചുകൂട്ടി. അവരെല്ലാവരും കൂടി പരിശോധന നടത്തിയപ്പോഴാണ് ഈ ബെഡ്റൂമിലെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണ മോഷണം പോയ കാര്യം അറിഞ്ഞത്. മാലയും വളയും കുട്ടികളുടെ ബ്രേസ്ലെറ്റും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ഏതാണ്ട് വീട്ടിലുള്ള മുഴുവൻ സ്വർണവും ഈ മോഷ്ടാക്കൾ കൊണ്ടുപോയിട്ടുണ്ട്. ഈ വീട്ടിലെ ഫ്യൂസ് അടക്കം ഊരിയിട്ട ശേഷമാണ് മോഷണം നടത്തിയത്. അരുൺ, നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 6 മണിക്കും 9 മണിക്കും ഇടയിലാണ് ഈ മോഷണം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. വളരെ രാത്രി ആകുന്നതിന് മുൻപ് തന്നെ ഈ മോഷണം നടന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ അറിയുന്ന, അല്ലെങ്കിൽ ആ വീട്ടിൽ അത്രയും സ്വർണ്ണമൊക്കെ ഉണ്ടെന്ന് അറിയുന്ന ആരെങ്കിലും ആണോ മോഷണം നടത്തിയത് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെയും പോലീസിനടക്കം സംശയമുണ്ട്. സംഭവത്തിൽ ഇപ്പോൾ എന്തായാലും കാട്ടാക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഫോറൻസിക് പരിശോധന അടക്കം നടത്താനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. എന്നാൽ ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണമൊക്കെ തന്നെയും നടന്നിട്ടുണ്ട്. ഈ കാട്ടാക്കട മാറനല്ലൂർ ഭാഗത്തൊക്കെ ആരും കഴിഞ്ഞ കുറേ നാളുകളായി മോഷണ പരമ്പര തന്നെ നടന്നു വരികയാണ്. പല വീടുകളിൽ നിന്നായി വളരെയധികം സ്വർണവും പണവും ഒക്കെ തന്നെ മോഷണം പോയിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ കാട്ടാക്കട മാറനല്ലൂർ പ്രദേശങ്ങളൊക്കെ തന്നെ. അപ്പോൾ ആ ഒരു പ്രദേശത്ത് തന്നെയാണ് സ്വർണം ഉണ്ട് എന്ന് അറിയാവുന്ന ആരോ ആണ് അല്ലേ? അങ്ങനെ തന്നെ നമ്മൾ കരുതേണ്ടി വരും. കാരണം സ്വാഭാവികമായിട്ടും രാത്രിയൊക്കെയാണ് മോഷണം നടത്തിയതെങ്കിൽ ക്രിസ്മസ് രാത്രിയിൽ പള്ളിയിലൊക്കെ പോയെന്ന് അറിയുന്ന ആളുകൾ ആരെങ്കിലും, അല്ലെങ്കിൽ കള്ളന്മാരൊക്കെ അങ്ങനെ വന്ന് കയറുന്നതായിരിക്കാൻ ഒരു സാധ്യത കൂടുതലുള്ളത്. പക്ഷേ ഇത് 6 മണിക്കും 9 മണിക്കും ഇടയ്ക്കാണ് മോഷണം നടന്നത്. 6 മണിയായപ്പോൾ ഇവർ പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്കായി പോകുന്നു. 9 മണിയായപ്പോൾ ഈ ഷൈന്റെ ഭാര്യ അനുഭ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് കതക് തുറന്നു കിടക്കുന്നതും അതുപോലെ തന്നെ ഫ്യൂസ് ഊരിയിട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ സംശയം ഉണ്ടായിരുന്നു ഏതെങ്കിലും അല്ല, അതാണ് ഇതിലെ CCTV അടക്കമുള്ള കാര്യങ്ങൾ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പോലീസ് അന്വേഷിച്ച് വരികയാണ്. അക്കാര്യത്തിൽ നിലവിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അടുത്ത വീടുകളിലൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് വിവരമാണ്. നമ്മളിവിടെ പാട്ടമ്പാടി ഇരുന്ന സമയത്ത് അവിടെ 60 പവൻ അടിച്ചുകൊണ്ട് പോയി. അറിഞ്ഞായിരുന്നോ? ഒന്ന് ആലോചിച്ച് നോക്കി. 60 പവൻ എന്ന് പറയുമ്പോൾ 60 ലക്ഷം രൂപ പുറത്തു പോയി അല്ലേ? ഞെട്ടിക്കുന്ന മോഷണമാണ്. എന്തായാലും ഒരു പ്രേക്ഷകരും അങ്ങനെ പറഞ്ഞു, നിങ്ങളിവിടെ പാട്ടമ്പാടി ഇരുന്നു, അവിടെ സ്വർണ്ണമൊക്കെ അടിച്ചുകൊണ്ട് പോയി ഇന്നലെ രാത്രിയിൽ. നമുക്ക് ചിരിക്കാം, പക്ഷേ അത് പോയവൻ്റെ ഹൃദയം തുളുപ്പേ വേദന. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി പറയുന്നു, സ്വർണ്ണത്തിനൊക്കെ തീപിടിച്ച വിലയാണ്. ലക്ഷം കടന്നിട്ടുണ്ട്. വീട്ടിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ പുറത്തിറങ്ങി പോകരുത്. പ്രാർത്ഥിക്കാൻ പോയതാണ്, തിരിച്ചു വന്നപ്പോൾ നാട്ടുകാർ ആരോ എടുത്തുകൊണ്ട് പോയി. വലിയ കഷ്ടമുള്ള കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയൊക്കെ ഈ സ്വർണം കരുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. പെട്ടെന്ന് കൊണ്ടുപോകുന്ന സമയത്തുണ്ടാകുന്ന വേദന നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ